സംസാരിക്കാൻ is it possible? ഇനിയിപ്പോ കുറച്ച് മണിക്കൂറുള്ള വെയിറ്റ് ചെയ്താൽ എല്ലാ ക്ലൂകളും നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഏതായാലും ഈ ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ ആന്റണി ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഇന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് 2-3 സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു, അവരെ പരിചയപ്പെട്ടു. അപ്പോൾ അവർ ജർമ്മനിയിൽ നിന്ന് വരികയാണ്. ജർമ്മനിയിൽ നിന്ന് ഡൽഹിയിലെത്തി, ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ, ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ എന്ന്. അല്ലല്ല, ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണാം, അതിനു വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച തിരിച്ചു പോകുന്നത്. അപ്പോൾ അതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു വണ്ടറാണ്. ശരിക്കും ഞങ്ങളൊക്കെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ്. ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും. ഞങ്ങളെല്ലാവരും ലൂസിഫർ കഴിഞ്ഞപ്പോൾ എംബ്രാൻ വരികയാണ്. വി ആർ ഓൾ വെയിറ്റിംഗ് വിത്ത് ബേറ്റഡ് ബ്രെത്ത്. ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും. എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. സിനിമ കാണാൻ നാട്ടിലെത്തി എന്ന് പറയുന്നത് പോലെ ഓൺലൈനിൽ നമ്മൾ കണ്ടിരുന്നു. കൊച്ചിയിലെ ഒരു ഓഫീസിൽ എല്ലാവർക്കും ലീവ് കൊടുത്തിരിക്കുകയാണ് 27-ന്. ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു. അതിൽ ബാംഗ്ലൂരിലെ കോളേജിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് എംപുരാന്റെ റിലീസിനോടനുബന്ധിച്ച് കാണുന്നത്. That's so great history in the making, like you said. So thank you so much once again. Thank you very much. പറഞ്ഞതുപോലെ ലൂസിഫർ ഇറങ്ങിയതിനു ശേഷം ജോവി തന്നെ പറയുകയുണ്ടായി, പിന്നീട് ഒരുപാട് കാലം സ്റ്റേജിൽ കയറുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് മുണ്ടെടുക്കാൻ എന്ന ഡയലോഗ് പറയിപ്പിക്കാനാണ്. സോ ഇനി എംപുരാന് ശേഷം ആ ഡയലോഗ് മാറി പുതിയ ഡയലോഗ് ആകുമോ? യെസ്, ഓക്കേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഈ ഒരു സിനിമയുടെ മാത്രമല്ല, ലൂസിഫറിന്റെ ഭാഗമാവാൻ സാധിച്ചത് ഇപ്പോഴും ആ സന്തോഷം അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇതിലും വരാൻ പറ്റിയത്. ഒരു മലയാള സിനിമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തരുന്ന ഒന്നാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടും അതല്ലാതെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ സംസാരിക്കുന്ന ആളുകൾ ഈ സിനിമയിൽ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയും ഈ പറഞ്ഞ പോലെ ഒരുപോലെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതങ്ങനെ വെറുതെ ഉണ്ടായതല്ല. ഈ സിനിമയുടെ വിഷ്വൽസും അതായത് ട്രെയിലറും ടീസറും ഒക്കെ വന്നതിന് ശേഷം ഈ സിനിമയിൽ ഉണ്ടായ ഒരു വിശ്വാസവും ഇതിനു മുമ്പത്തെ സിനിമ നേരത്തെ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു വിശ്വാസവും ഒക്കെയാണ്. അത് ഇങ്ങനൊരു സിനിമ വരുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒന്നായിരിക്കും എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ ഇനി തുടർന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന ഒരു സിനിമയായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഈ സിനിമയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് ഗോപാലൻ സാറിന്റെ പേര് തെറ്റി വിളിക്കുന്നത്. എത്ര വർഷങ്ങളല്ല, സത്യമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ കുറെ നാളുകളായിട്ട് നമ്മൾ സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. ഒരുമിച്ച് ഈ സിനിമയിലൂടെ അത് സംഭവിച്ചു. അതിൽ വലിയ സന്തോഷം. വളരെയധികം സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ ആഗ്രഹിച്ചിട്ടല്ലേ നാട്ടിൽ നിന്ന് പോയത്. സിനിമ ആഗ്രഹിച്ച് നാട്ടിൽ നിന്ന് പോയ ആളാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ആ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹമുണ്ട്. വലിയ സന്തോഷം. ആന്റണി ചേട്ടനും ലൂസിഫറിന്റെ സമയം മുതൽ ഞങ്ങളിങ്ങനെ സമയം കിട്ടും ഇങ്ങനെ കുറേ സമയം സംസാരിച്ചിരിക്കും. എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. കുറേ കാര്യങ്ങളിൽ ഞാൻ ഇപ്പോഴും ആന്റണി ചേട്ടൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ പലയിടത്തും കോട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ചേട്ടനെ പോലെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരാളാണ്. അപ്പം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കല്ലുപോലെ നിന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത്ര എളുപ്പമല്ല. ഈ സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട, പലപ്പോഴും പതറിപ്പോകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അതിനൊന്നും പതറിപ്പോകാതെ കല്ലുപോലെ നിന്ന ആന്റണി ചേട്ടൻ. അപ്പോൾ വീണ്ടും ഒരു സിനിമ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. പേര് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തതാണ് മുരളിച്ചേട്ടൻ്റെ പേര്. മുരളിച്ചേട്ടൻ എനിക്കിങ്ങനെ ആളുകളുമായിട്ട് സംസാരിച്ചിരിക്കാനും നന്നായി സംസാരിക്കുന്നവരെ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മുരളിച്ചേട്ടനാണെങ്കിലും എനിക്ക് ഭയങ്കര അടുപ്പമുള്ള ആളാണ്, ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ രണ്ടുപേരും കൂടിയിട്ടാണ് അന്ന് പണ്ട് നമ്മൾ ഇതിൻ്റെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ പറഞ്ഞു തരുന്നത്. അതിനുശേഷവും എപ്പോഴും മുരളിച്ചേട്ടനാണ് നമ്മൾ ഷൂട്ടിൻ്റെ സമയത്താണെങ്കിലും ഈ ക്യാരക്ടറിൻ്റെ കുറച്ച് ഡീപ്പർ ഒരു സൈഡ് എനിക്ക് പലപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത്.
മുരളിച്ചേട്ടനെ മെൻഷൻ ചെയ്യാതെ ഞാനിവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റായി പോകും. മുരളിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഇനി തുടർന്ന് വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നു. അപ്പോൾ മുരളിച്ചേട്ടൻ ഇവിടെ ഇന്ന് വന്നിട്ടില്ല, പക്ഷെ എന്നാലും മുരളിച്ചേട്ടനോട് എൻ്റെ നന്ദി സ്നേഹം ഞാൻ അറിയിക്കുന്നു. വളരെ സ്നേഹത്തോടെ മോഹൻലാൽ സാർ എൻ്റെ എന്താ പറയേണ്ടതെന്ന് എപ്പോഴും എനിക്ക് ഒരു ലാൽ സാറിൻ്റെ പേര് പറയുമ്പോൾ എന്ത് തുടർന്ന് പറയണമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു ഒരു നിമിഷം എനിക്കുണ്ടാവും. എൻ്റെ എത്രയോ ദിവസങ്ങൾ മുൻപ് ചിന്തിക്കുകയും ഒരുപാട് വർഷം മുൻപ്, അതായത് ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം ഈ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയം മുതൽ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിൽ ചിന്തിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സിനിമ ശരിക്കും സിനിമ നിർമ്മിക്കുന്ന കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. മോഹൻലാൽ സാറ് ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ട് മോഹിച്ച് അതുപോലൊരു സിനിമ ജീവിതത്തിൽ നിർമ്മിക്കാൻ സാധിക്കണമേ, അങ്ങനെ ഒരു അസോസിയേഷൻ ഏതെങ്കിലും കാലത്ത് സാധിക്കണമേ എന്ന് സ്വപ്നം കണ്ട് ജീവിച്ച ഒരാളാണ് ഞാൻ. ആ സ്വപ്നം എനിക്ക് യാഥാർത്ഥ്യമായത് പൃഥ്വിരാജുമായിട്ടുള്ള എൻ്റെ സൗഹൃദം തുടങ്ങുന്ന കാലം മുതൽ ഞാൻ ആ സ്വപ്നത്തിലേക്ക് കൂടുതൽ ചിന്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആദ്യ സിനിമയിൽ ശ്രമിച്ചു. പക്ഷെ ആ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഇന്ത്യൻ സിനിമയുടെ നെറുകയിൽ എത്തുന്ന ഒരു സിനിമയിലേക്ക് വീണ്ടും യാത്ര ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ശരിക്കും എന്നേക്കാൾ അതുപോലെ ഒരു സ്വപ്നം ഞാൻ മനസ്സിലാക്കുന്നു രാജുവിനുണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച് ഞാൻ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ശരിക്കും പൃഥ്വിരാജന് എന്താണോ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ടോ ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയല്ലാതെ ഞാൻ തിരിച്ച് ഒരു രീതിയിലും ഞാൻ മാറി നിൽക്കുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തു. അപ്പോൾ ഈ എൻ്റെ സ്വപ്നങ്ങളെ നിറവേറ്റിത്തരാം എനിക്ക് മോഹൻലാൽ സാറും ഞാനുമായിട്ട് എൻ്റെ മനസ്സിൽ ലാൽ സാറിനെ കാണുന്ന ഒരു കാഴ്ചപ്പാട് നിറവേറ്റിത്തരാൻ എനിക്ക് രാജു തന്ന ആ സൗഹൃദത്തിൽ നിന്നുള്ള ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഇപ്പോൾ ലോകമെമ്പാടും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പോലെയാണ്, നമ്മൾ ഇതിക്ക് മുൻകാലങ്ങളിൽ കാണാത്ത പോലെയാണ് എമ്പുരാൻ എന്ന ചിത്രത്തിന് സ്വീകാര്യത റിലീസിന് മുൻപ് വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എൻ്റെ സ്വപ്നം സഫലമാക്കി തരും നാളെ എന്ന ദിവസം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഇപ്പോൾ ഗോകുലം ഗോപാലൻ സാർ അതിലും ഒക്കെ എനിക്ക് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ 7th Day എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനും ഒക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. 2014 അപ്പോൾ ആ സമയത്ത് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് രാജുവായിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. കുറേ ഈ സിനിമ നമുക്ക് ലിമിറ്റില്ലാതെ സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു മേഖലയാണെന്നും സിനിമ എവിടെയെങ്കിലും ഒതുങ്ങി നിൽക്കേണ്ടതൊന്നല്ല, കുറച്ചും കൂടെ വലിയ രീതിയിൽ ചിന്തിക്കണമെന്നും ഒക്കെയുള്ള ആ ഒരു ചിന്ത എൻ്റെ ആദ്യമായിട്ടുണ്ടാവുന്നത് രാജുവേട്ടനായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെയാണ്. അന്ന് 7th Day ഷൂട്ടിൻ്റെ സമയത്ത്. അതിനുശേഷം എന്നതിൻ്റെ മൊയ്തീൻ ചെയ്തു. ആ സമയത്തും സിനിമയുടെ റിലീസിൻ്റെ അന്ന് ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ ഒരുപാട് സന്തോഷം, സിനിമയുടെ ഭാഗമായതിൽ ഭയങ്കര നല്ല റെസ്പോൺസാണ് സിനിമയ്ക്കും, എൻ്റെ പെർഫോമൻസും നല്ലതാണെന്ന് പറയുന്നുണ്ട്, സന്തോഷം. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചു പറഞ്ഞത് എനിക്ക് ഈ വരുന്നതൊക്കെ നായക വേഷങ്ങളായിരിക്കും, നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ചെയ്തതൊരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഈ സിനിമയിൽ, അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് അല്ലേ ഇനി തുടർന്ന് വരികയാണ്, പുള്ളി നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മുതൽ പിന്നീട് എനിക്ക് വന്നതിൽ ഒരു 90% എനിക്ക് വന്നിട്ടുള്ളത് ലീഡ് റോളിലാണ്. അതെന്താണെന്ന് എനിക്കത് മനസ്സിലായി.